ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചിറ്റാർ മർത്തോമാ യൗവന സംഘത്തിൻ്റെയും പെരുമ്പട്ടി മർത്തോമാ യൗവന സംഘത്തിൻ്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായിരിക്കുന്ന ഈ വചന പ്രഘോഷണ സംരംഭത്തിലേക്ക് ഏവർക്കും സ്വാഗതം, സ്നേഹവന്ദനം. കഴിഞ്ഞതായ 50 നാളുകൾ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെയും രക്ഷണ പദ്ധതിയുടെയും ഭാഗമായി നോയമ്പിലൂടെ നാം ജീവിക്കുകയായിരുന്നല്ലോ. ഈ ദിനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ അനുഗ്രഹീത സാക്ഷ്യം വഹിപ്പാൻ കർത്താവിൻ്റെ സ്വർഗീയ കൃപയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കർത്താവ് നയിക്കുന്നതായിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു വഴിധാര. ഇന്നത്തേക്ക് നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 62 മുതൽ 66 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് ദൈവകൃപയുടെ തണലിൽ 2 ചിന്തകൾ വിശ്വാസ സമൂഹമായി ഒരുമിച്ച് പങ്കുവയ്ക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. 62-ാം വാക്യം ആരംഭിക്കുന്നത് ഒരുക്കനാൾ എന്നുള്ളതായിരിക്കുന്ന ഒരു വാചകത്തോടും വചനത്തോടും കൂടിയാണ്. ഞാൻ പറയും, ഒരുക്കനാൾ എന്നത് ഉയർപ്പ് നാളാക്കി തീർത്ത യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ ലോകത്തിന് നൽകുന്നതായിരിക്കുന്ന ഒരു അനുഭവം. തുടർന്ന് 63 മുതലുള്ള വാക്യങ്ങൾ കാണുമ്പോൾ മതപണ്ഡിതന്മാരും മതനേതാക്കന്മാരും ഭരണകൂടങ്ങളും അതിൻ്റെ അധികാരങ്ങളും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു സംഭാഷണ അനുഭവങ്ങളാണ്. ഒരിക്കലും നന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കെതിരായിട്ടുള്ള ഒരു തിന്മശക്തികളായി അവരൊരുമിച്ച് സംഭാഷിക്കുകയും കൂടുകയും ചെയ്യുന്ന ഒരു അനുഭവം. എങ്ങനെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ നേരിടാം, അതിനെ തടയാം എന്നുള്ളതായിരിക്കുന്ന ഒരു അനുഭവം. യേശു കർത്താവിൻ്റെ അനുഗ്രഹീത സാക്ഷ്യം വഹിപ്പാനായിട്ട് വിളിക്ക് ചേർക്കപ്പെട്ട മതനേതാക്കന്മാർ പറയുന്ന ഒരു വാചകം വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. വിശുദ്ധ ആലയത്തിൽ, വിശുദ്ധ സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായി ആക്കപ്പെട്ട പുരോഹിതവർഗം പറയുന്നത് ക്രിസ്തു അവൻ ചതിയൻ എന്നുള്ളതാണ്. ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതായിരിക്കുന്ന ഉയർത്തെഴുന്നേൽക്കും, 3-ാം നാൾ താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് ആ ചതിയൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൻ്റെ കല്ലറകളെ ബന്ധിക്കുവാൻ, അവൻ്റെ ഉയർപ്പിനെ തടയുവാൻ തക്കവണ്ണം അവർ പദ്ധതി എടുക്കുമ്പോൾ അവിടെ പറയുന്നു, ഉണ്മയായവൻ്റെ കല്ലറകളെ ഒരിക്കലും അടച്ചു വയ്ക്കാനായിട്ട് സാധ്യമല്ല, സത്യത്തെ അധികാരം കൊണ്ട് മൂടി വയ്ക്കുവാൻ സാധ്യമല്ല എന്നത് യേശു കർത്താവിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന അനുഗ്രഹീത വചനമാണ്. അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ഒരനുഭവങ്ങളിൽ ഇന്ന് കർത്താവ് പറയുന്നു, ലോകത്തിൻ്റെ സകല ശക്തിക്കും മേലായി പ്രവർത്തിക്കുവാൻ ശക്തനായിരിക്കുന്നവൻ ബലഹീനമായ മനുഷ്യനക്ക് കീഴ്പ്പെട്ട് മനുഷ്യൻ്റെ രക്ഷയ്ക്കും നിത്യതയ്ക്ക് വേണ്ടി അവൻ കുരിശിതനായിത്തീരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ലോകത്തിൻ്റെ എല്ലാ വൻശക്തിക്കും മേലായി മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി നിലകൊള്ളുന്ന ദിവ്യമായ ഒരു അനുഭവം. അതുകൊണ്ട് ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്ന അവസാന നിമിഷങ്ങളിലും സുവിശേഷത്തിൻ്റെ ശബ്ദത്തെ കാണിക്കുന്ന, ശബ്ദത്തെ കേൾപ്പിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങളെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായി നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ചിന്തയെന്ന് പറയുന്നത്, അധികാരം കൊണ്ട് അടയ്ക്കപ്പെട്ടതായിരിക്കുന്ന കല്ലറയെ പ്രത്യാശ കൊണ്ടും വിശ്വാസം കൊണ്ടും തുറക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും സാക്ഷ്യത്തെയുമാണ്. മനുഷ്യൻ്റെ നിസ്സഹായത കൊണ്ട് തിരിച്ചറിയാതെ അഖിലാണ്ടത്തിൻ്റെ തമ്പുരാനെ കല്ലറകളിൽ മുദ്രയിടപ്പെട്ട് അടയ്ക്കപ്പെടുവാനായിട്ട് ഒരുമ്പിടുമ്പോൾ ആ ദൈവശക്തിയുടെ അനുഭവങ്ങളിൽ അവൻ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന അനുഗ്രഹീതമായ അനുഭവമാണ്. ഞാൻ ഈ വചനത്തിലൂടെ ലോകത്തോടായിട്ട് ഇങ്ങനെ പറയും, അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു ശക്തിക്കും ജയിക്കാനായിട്ട് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. അധികാരം ദുർവിനിയോഗം ചെയ്യുന്നവർ കല്ലറകളുടെ വെറും സൂക്ഷിപ്പുകാരായിട്ട് മാത്രം തീരുകയാണ്. എല്ലാവരുടെയും രക്ഷയ്ക്ക് കാരണമായി തീർന്ന നിത്യരക്ഷയിലേക്ക് നയിക്കുന്നതായിരിക്കുന്ന കർത്താവിൻ്റെ പീഡാസഹനവും ക്രൂശീകരണവും അതിലുപരിയായി അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അനുഭവങ്ങളും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗീയ സ്നേഹത്തിൻ്റെ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, 2 ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച ഈ അനുഗ്രഹീത ദിവസം നമുക്കൊരുമിച്ച് വചനം പഠിച്ചതിലൂടെ, വചനം ധ്യാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ സ്വർഗം നമുക്ക് കൃപ പകരട്ടെ. അതിനായി ഒരുങ്ങാം. ദൈവം നമ്മളെ അതിനായി സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.